എലിയോ ഏലിയൻസിനൊപ്പം അന്യഗ്രഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവനയച്ച സിഗ്നൽ കിട്ടിയ ഏലിയൻസ് ഭൂമിയിലേക്ക് വന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പല ഗ്രഹങ്ങളിൽ നിന്നുള്ള ഏലിയൻസ് താമസിക്കുന്ന കമ്മ്യൂണിവേഴ്സ് എന്നൊരു ഗ്രഹത്തിലേക്കാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അവനെ അവിടെ മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു. അവൻ ആ ഗ്രഹം വളരെയധികം ഇഷ്ടമാവുന്നു. അതേസമയം തന്നെ അവിടേക്ക് മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് ഒരു ഏലിയനും വരുന്നു. ഗ്രൈഗോൺ കമ്മ്യൂണിവേഴ്സിലെ മറ്റ് ഏലിയൻസിനെ പോലെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഏലിയൻ അല്ല. അയാളുടെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയ മറ്റ് ഏലിയൻസ് അയാളെ കമ്മ്യൂണിവേഴ്സിൽ ചേർക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അത് കേട്ട് അയാൾക്ക് ദേഷ്യം സഹിക്കാനാവുന്നില്ല. അയാൾ കമ്മ്യൂണിവേഴ്സിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മറ്റ് ഏലിയൻസ് അത് കേട്ട് പേടിക്കുന്നു. എല്ലാവരും അയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. എലിയോയെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുമെന്ന് പറയുന്നു. പക്ഷെ എലിയോയ്ക്ക് തിരികെ ഭൂമിയിലേക്ക് പോകാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഗ്രൈഗോണുമായി സമാധാന ചർച്ചയ്ക്ക് താൻ പോകാമെന്ന് പറയുന്നു. അങ്ങനെ എലിയോ ഗ്രൈഗോന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഗ്രൈഗോൺ അവനെ തടവിലാക്കി കമ്മ്യൂണിവേഴ്സിനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. തനിക്ക് കമ്മ്യൂണിവേഴ്സിനുള്ളവരെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് എലിയോ നിരാശനാവുന്നു. നോക്കുമ്പോൾ അവൻ അവിടെ പുറത്തേക്ക് പോകാൻ ഒരു വഴി കണ്ടെത്തുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് വന്നവൻ ഗ്രൈഗോണിനോട് ബാർഗെയിൻ ചെയ്യുന്നതിനായി അയാൾക്ക് അത്രയും പ്രിയപ്പെട്ട എന്തെങ്കിലും വസ്തു കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. പെട്ടെന്ന് അവൻ ഒരു വഴിയിലൂടെ താഴേക്ക് വീണ് ചിലന്തി വല പോലെ എന്തിലോ കുടുങ്ങുന്നു. അവിടേക്ക് വന്ന ഒരു ജീവിയെ കണ്ടവൻ പേടിക്കുന്നു. അതവൻ പേടിക്കുന്നത് കണ്ട് അവനെ വലയിൽ ചുറ്റുന്നു. അത് തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് എലിയോ വിചാരിക്കുന്നു. നോക്കുമ്പോൾ അത് അവൻ പേടിക്കുന്നത് കൊണ്ട് തന്റെ അമ്മ ചെയ്തിരുന്നത് പോലെ അവനെ തൊട്ടിൽ കെട്ടി കിടത്തിയതാണ്. അവർ ഫ്രണ്ട്സ് ആവുന്നു. എലിയോ അവനോട് സംസാരിക്കുമ്പോഴാണ് അത് ഗ്രൈഗോന്റെ മകനാണെന്ന് മനസ്സിലാവുന്നത്. ഒരു ഐഡിയ തോന്നിയ എലിയോ അവനെയും കൊണ്ട് കമ്മ്യൂണിവേഴ്സിലേക്ക് വരുന്നു. എന്നിട്ട് അവനെ കാണിച്ച് ഗ്രൈഗോനെ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ മകന് ഒന്നും സംഭവിക്കാതിരിക്കുന്നതിനായി ഗ്രൈഗോൺ കമ്മ്യൂണിവേഴ്സിനെ ആക്രമിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നു.